ഞാൻ പൊൻകുന്നൻ ചന്ദ്രൻ. അതിവിടെ പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാനേ കൊച്ചു കൊച്ചു മോഷണമൊക്കെ ആയിട്ട് നടത്തിയിരിക്കുകയായിരുന്നു. മാല, വള, കമ്മല്, പേഴ്സ് ഇതൊക്കെയായിരുന്നു എൻ്റെ ഹോബി. എനിക്ക് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, ഈ ATM. ഈ മോഷണമൊക്കെ ഒന്ന് നടത്തിയിട്ട് സ്വസ്ഥമായിട്ടൊന്ന് ജീവിക്കണം. ആശാനേ, ആശാനേ, ഒറ്റ വെക്കല്ലടാ. എന്നാ ആശാനെ? നമ്മുടെ ഗ്രാമമല്ല, സിറ്റിയാ. ഇതാണോ സിറ്റി? ഇതാണ് ATM കൗണ്ടർ. അങ്ങനെയാണ്. ഇതിനകത്തുനിന്ന് ഒരു 10-15 കൗണ്ടർ എടുത്താൽ ഫ്ലവേഴ്സ് കൊണ്ട് അടിക്കത്തില്ലായിരുന്നു? അതെന്തിനാടാ? ഇഷ്ടം പോലെ പൈസയും കിട്ടും, നമുക്ക് ഈ മോഷണം അങ്ങ് നിർത്തുകയും ചെയ്യത്തില്ലേ? എന്റെ ദൈവമേ, അത് കോമഡി കൗണ്ടർ, ഇത് ATM കൗണ്ടർ. ഇത് മോട്ടിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. എടാ, ഇതിന്റെ വയറ് നിറയും കാശാടാ. ആണോ? എത്രയും പെട്ടെന്ന് നമുക്ക് ഓപ്പറേഷൻ നടത്തണം. നല്ല വേദനയുണ്ടല്ലേ? അതെന്നാടാ? മൂലക്കുരുവിന്. അതെന്നാ നീ പറഞ്ഞേ? പിന്നെ ആശാൻ പറഞ്ഞ് ഓപ്പറേഷൻ നടത്തണമെന്ന്. എടാ, വലിയ കള്ളങ്ങളൊക്കെ നടത്തുമ്പോ അവര് പറയുന്നതാണ് ഓപ്പറേഷൻ. അയ്യോ, അല്ലാതെ പിന്നെ ഈ ചക്കയും മാങ്ങയൊക്കെ മോട്ടിച്ച് നടന്ന നിന്നെ കൂട്ടി എന്നെ വേണമല്ലോടാ പറയാ. ആശാനെ എന്തുവാടാ? ആശാന്റെ അരുമ ശിഷ്യനല്ലായിരുന്നോ ഉള്ളി? ഉള്ളി അല്ലടാ, ഉണ്ണി. അവൻ എന്നാ വരാഞ്ഞത്? എടാ, അവനെ ഇന്നലെ ലാപ്ടോപ്പ് മടി വെച്ചോണ്ടേ ഈ വർക്ക് ചെയ്യാതെ പെട്ടെന്നൊരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി. എന്നിട്ട് ഉണ്ണിയുടെ മടിയിൽ നിന്ന് ലാപ്ടോപ്പ് പൊട്ടിത്തെറിച്ചു. അയ്യോ, എന്നിട്ട് ഉണ്ണിക്ക് വല്ലതും പറ്റിയോ ആശാനെ? ഉണ്ണിക്കേ പറ്റിയുള്ളൂ. നീയേ ഒരാളെ ഇപ്പൊ കൊണ്ടുവരാന്നുണ്ട്. അവനെന്തിയടാ? ആശാനത്തെ അനിയെത്തി. ഇങ്ങനെ മീശ വെച്ച അനിയത്തി എനിക്ക് കൊണ്ടോടാ. ആശാനെ, അതെന്റെ കുഞ്ഞമ്മയുടെ മോൻ അനി. ആ അനിയത്തി എന്നാ ഞാൻ പറഞ്ഞത്. അങ്ങനെ വ്യക്തമായിട്ട് പറയണം. ആശാനെ, അനി. ചുമ. ഒരാൾക്ക് ചുമ, മറ്റൊരാൾക്ക് പനി. ഇവന്മാർക്ക് ഇതെന്തു പറ്റി? ആരോഗ്യ മന്ത്രാലയം പരസ്യം പറഞ്ഞു കഴിഞ്ഞായിരുന്നോ? ഞങ്ങൾക്കൊന്ന് തുടങ്ങണമായിരുന്നു. കണ്ടിന്യൂ. പോയി ആട്ടെ എവിടുന്ന് വരുന്നു? ആട്ട എവിടുന്ന് വന്നു എന്ന് എനിക്ക് അറിഞ്ഞു. ഇവിടെ ഞാൻ കൈ കാണിച്ചു, അതവിടെ നിർത്തി അതിൽ കയറി ഞാൻ ഇവിടെ ആട്ടോയെ വന്ന കാര്യമല്ല, നിന്റെ വീട് എവിടാന്ന്? അങ്ങ് മങ്കൊമ്പില. മാവിന്റെ കൊമ്പേ വീട് വെക്കാൻ നീ എന്നെ കാക്കയാണോടാ? എടാ, ചിരിക്കണ പറഞ്ഞു കേട്ടില്ലേ? അയ്യോ ആശാനെ, അതല്ല. പിന്നെ ആലപ്പുഴ ജില്ലയിലെ മാങ്കൊമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്റെ വീട്. മാങ്കൊമ്പ്? അതെ. നീ ഇങ്ങോട്ട് വന്ന എന്തിനാന്നറിയോ? എനിക്കൊരു ധാരണയില്ല. ഇതൊന്ന് വായിച്ചു നോക്കിയേ. ഇതാ മഹാബാങ്ക് അറ്റം. അറ്റോ? ATM. ഇത് മോട്ടിക്കാനല്ല നമ്മൾ വന്നിരിക്കുന്നത്. അയ്യോ, മോട്ടിക്കാനാ? മോട്ടിക്കുന്ന പാവല്ലേ ആശാനെ? അവര് ചോദിച്ചു കഴിഞ്ഞാൽ അവര് തരത്തില്ലേ? ചോദിച്ചോറിനെ എടുത്തുകൊണ്ട് തരാൻ നിന്റെ അമ്മാവിന്റെ അലമാരിയല്ല, ഇത് ATM കൗണ്ടറാ. ഇതിനകത്തുള്ള പൈസ നമ്മൾ മോട്ടിക്കുമ്പോ നമ്മൾ ലക്ഷപ്രഭുക്കളാവുകയല്ലേ? ആശാനെ, അങ്ങനെയാണ് എനിക്ക് അതിനകത്ത് 1500 തരണം. അതെന്തിനാടാ? എനിക്ക് അടുത്ത ആഴ്ച ഒരു ഇസഹാക്കിന്റെ ലോൺ അടയ്ക്കാനുണ്ട്. ഇസഹാക്കോ? അതെന്തുവാ? അതൊരു ഒരു മൈക്രോ ഫിനാൻസ് ലോണാണെന്ന്. അതായിരുന്നു. എടാ, മൈക്രോ ഒക്കെ അവിടെ ഇരിക്കട്ടെ. ആശാനെ, ഒരു ബൾബ്, എനിക്കൊരു ബൾബ് തരാമോ? ബൾബ്. അതെന്തിനാ? ഇത് ഹോൾഡിന്റെ അകത്ത് ഇടാനായിരുന്നു. ഇവമേ, അത് ഹോൾഡർ അല്ല, CCTV. ആശാനെ, നമുക്കിത് മോട്ടിക്കുന്നതിനേക്കാളും നല്ലത് അല്ലാതെ എങ്ങനെ പണമെടുക്കാം എന്നൊന്ന് പറഞ്ഞേ. പിന്നു കുത്തണം. എങ്ങനെ? അതിനൊക്കെ ഒരു പിന്നു കുത്തിയാലേ പൈസ എടുക്കാൻ പറ്റുള്ളൂ. അതായിരുന്നു എന്റെ ലാകപ്പാട് ഒരു പിന്നേ ഉള്ളൂ. അത് ഊരിക്കഴിഞ്ഞാൽ ഈ പാന്റ് അങ്ങ് ഊരിപ്പോകും. അത് അവിടെ തന്നെ വെച്ചാ മതി. നീ പിന്നു കുത്തി നാണം കിടണമെന്നില്ല. ആശാനെ, എനിക്കൊരു സംശയം. എന്നാ പറയടാ? ഈ ATM-നകത്ത് എങ്ങനെ പൈസ വന്ന് കയറുന്നേ? സാറ്റലൈറ്റ് വഴി. സാറ്റലൈറ്റ് വഴി. അതെങ്ങനെ ആശാനെ? എടാ, ആകാശത്ത് വെച്ച് നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ ഇൻഗ്രേഡ് ആവും. അത് അവിടുന്ന് പേപ്പർ രൂപേണ വന്ന് ഈ കുടുക്കകത്ത് നിറയും. ഇതെല്ലാം ബാങ്കിന്റെ കുടുക്ക. എടാ സുനി, അനി, 16 കൊല്ലം. നീ എന്നെ നരേന്ദ്രപ്രസാദ് കളിക്കണം. നിങ്ങൾ കുളപ്പള്ളിയപ്പം കാണിച്ചല്ലേ? അതല്ലെന്ന്. നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വിളിച്ച. എടാ, നമ്മൾ കള്ളന്മാരാണോ? നമ്മുടെ ജീവിതത്തിൽ കൈവിട്ടു പോയ തിരിച്ചു പിടിക്കാൻ പറ്റാത്ത ഒന്നേ ഉള്ളൂ. എനിക്കറിയാം. എന്തുവാടാ? ഭാര്യ. അയ്യോ, എടാ, ഈ ആംബുലൻസിന്റെ ഒച്ച കേട്ടപ്പോ അവൻ എന്നാ ഓടിയ? ആശാനപ്പോ ഒന്നും അറിഞ്ഞില്ലേ? എന്തുവാടാ? അവന്റെ ഭാര്യ കഴിഞ്ഞാറ്റ ഒരു ആംബുലൻസ് ഡ്രൈവറോട് ഒളിച്ചോടി പോയതാ. അവളെന്നെ തിരിച്ചു കൊണ്ടാൻ വരുവാണെന്നും കണ്ടാൻ പേടിച്ചോടിയതാ. അവര് പോയി. കക്കട. കക്കടേ? കക്കട. കക്കടേ? എടാ, മോട്ടിക്കാന്ന്. അതായിരുന്ന കക്കട. അയ്യോ, നീ എന്താ കളിക്കുന്നേ? ആശാന്റെ നിക്കറ് കയറിയിരിക്കുവാ.
അത് കുഞ്ഞപ്പൻ കീറിയതാടാ. ആ കുഞ്ഞപ്പനെ ഞാൻ എടുക്കും. എന്റെ ആശാനെ നിക്കറ വലിച്ചു കയറിയ. അയ്യോ, ഞാൻ ഇങ്ങനെ മുമ്പേ കുഞ്ഞപ്പൻ കീറിയെന്നാ പറഞ്ഞേ. ഇനി എങ്ങനെ കുനിയല്ലേ ആശാന? ആശാനെ ഈ ലിക്കറ് കീറിയ കഥ പറയാതെ നമ്മളിവിടെ വന്നത് എന്തിനാന്ന് പറ. എടാ, നീ അത് നല്ലപോലെ പൊളിച്ചടിക്കി വെക്ക്. ആ. ഞാനിപ്പോ വണ്ടി വിളിച്ചോണ്ട് വരാം. എടാ സുനി, നീ പിന്നെ ഒന്ന് സഹായിക്കടാ. എനിക്ക് സൗകര്യമില്ല. ആശാനെ പാല പൂത്തെന്ന് തോന്നുന്നു. അതെങ്ങനെ പൂക്കാണ്ടിരിക്കൂടാ? ഈ കഴിഞ്ഞ പ്രളയത്തിനില്ലേ എന്തോരം വെള്ളം കയറിയ സ്ഥലമാണെന്നറിയോ? എന്തോന്ന്? ഈ കോട്ടയത്തുള്ള പാല. കോട്ടയം പാലയല്ല, പാല വരെ പൂത്തുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതായിരുന്നു. ആ, എടാ, ഈ പാലപ്പൂവിന് മണം അടിച്ച് എനിക്ക് ഭയങ്കര തലവേനടാ. അങ്ങനെയാണ് എന്റെ ഒരു ഒറ്റവലിയുണ്ട്. അതെല്ലാവരുടെ ഉണ്ട്. അതല്ലത്, എന്റെ കയ്യിലെ ഒരു ഒറ്റവലിയുണ്ട്. ഇങ്ങോട്ട് കൈ നീട്ട്. ഇത് അങ്ങോട്ട് തേച്ച് കഴിഞ്ഞാൽ എല്ലാ തലവേദന പോകും. പക്ഷെ ഈ തേക്കിന്റെ ഇവിടെ അറിയോ? മൂർധാന്യത്തിൽ അവിടെ വേണം അങ്ങോട്ട് തേച്ച് പിടിപ്പിര്. നീ ആരും വരുന്നുണ്ടോ നോക്കിയേ? ആ, ഞാൻ തേച്ചിട്ട് വരാം. പാല പൂത്തു എറ്റിയും പൊട്ടിക്കും. പാല പൂത്തു ഞാൻ എറ്റിയും പൊട്ടിക്കും. ആശാന തേച്ചാ തേച്ചാ എന്നിട്ട് കാണുന്നില്ലല്ലോ. മൂർത്താവിലല്ലേ ചേച്ചേ? മൂർത്താവില്ല. മൂടും മൂർത്താവും തിരിച്ചറിഞ്ഞെടുത്ത മനുഷ്യന്റെ കൂടെയുള്ള ദൈവമേ ഞാൻ മോട്ടിക്കാൻ വന്നത്. ഇതെവിടെ കൊണ്ടിട്ട് തേച്ചത്? കാര്യം നോക്കി. ആശാനെ എന്നാടാ? അതിന്റെ അകത്ത് കിടന്നൊരു ബോർഡ് കെട്ടി. ഓടാ. ഇത് നല്ല നീല കളറാണോടാ? ഇത് കൊള്ളാം. ഇത് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ATM മെഷീൻ ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ ഇടുക്കി ജംഗ്ഷനിലേക്ക് മാറ്റിയിരിക്കുന്നു. അയ്യോ, നമ്മളിനി എന്ത് ചെയ്യും അല്ലയ്യാ? അമ്പടെ കൊത്തുകളാ. എടാ, തിരിഞ്ഞാ തിരുവനന്തപുരം, മറിഞ്ഞാ മംഗലാപുരം, അടിച്ചാ പോലീസ് സ്റ്റേഷൻ, പിടിച്ചാ സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞ് നടന്നവനാടാ ഈ പൊൻകുന്നൻ ചന്ദ്രൻ. അയ്യോ,